മുല്ലപ്പെരിയാറിൽ ടണൽ നിർമ്മിക്കണമെന്ന ആവശ്യം ഉന്നയിച്ച് സമരം വ്യാപിപ്പിക്കാൻ ഒരുങ്ങി ടണൽ സമരസമിതി. സമരം ബഹുജന പങ്കാളിത്തത്തോടെ കൂടുതൽ വ്യാപിപ്പിക്കുമെന്നും സമരസമിതി അറിയിച്ചു. മുല്ലപ്പെരിയാറിൽ ടണൽ നിർമ്മിക്കണമെന്ന ആവശ്യം 2014 സുപ്രീം കോടതി പോലും അംഗീകരിച്ചിട്ടും ഇതിനായുള്ള നടപടികൾ ആരംഭിക്കാതെ ഇരു സംസ്ഥാനങ്ങളും തർക്കം തുടരുകയാണ്. ഈ സാഹചര്യത്തിൽ പുതിയ ടണൽ നിർമ്മിക്കണമെന്ന ആവശ്യവുമായി വൈപ്പിനിൽ ടണൽ സമരസമിതി നടത്തിവരുന്ന മുല്ലപ്പെരിയാർ ടണൽ സമരം 78 ദിവസം പിന്നിട്ടിരിക്കുകയാണ്. ആവശ്യം അംഗീകരിക്കും വരെ ടണൽ നിർമ്മിക്കണമെന്ന ആവശ്യം ഉന്നയിച്ചുള്ള സമരം വിവിധ ജില്ലകളിലേക്ക് വ്യാപിപ്പിക്കുമെന്ന് സമരസമിതി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കഴിഞ്ഞ നവംബറിൽ ഈ ടണൽ നിർമ്മിച്ച് ജലനിരപ്പ് താഴ്ത്തുന്നത് സംബന്ധിച്ച് നടപടിയെടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ സെൻട്രൽ വാട്ടർ കമ്മീഷന് ഒരു കത്ത് അയച്ചിരുന്നു. സെൻട്രൽ വാട്ടർ കമ്മീഷനിൽ അത്തരമൊരു ടണൽ നിർമ്മിച്ച് ജലനിരപ്പ് താഴ്ത്തുന്നതിനുള്ള എല്ലാ സാങ്കേതിക സഹായവും തരാൻ സെൻട്രൽ വാട്ടർ കമ്മീഷൻ സന്നദ്ധമാണ് എന്ന് അറിയിച്ചുകൊണ്ട് അതിലവർ പറയുന്നത് ഇത് രണ്ട് സ്റ്റേറ്റുകൾ തമ്മിലുള്ള സമവായം ആദ്യം അതാണ് ഉണ്ടാവേണ്ടത്. കേരളത്തിലെ 40 നിയോജക മണ്ഡലങ്ങളിൽ നിർണായകമായ തമിഴ് വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ട് കേരളത്തിലെ രാഷ്ട്രീയ നേതൃത്വം മൗനം പാലിക്കുന്നതാണ് ടണലിനായുള്ള നടപടികൾ വൈകാൻ കാരണമെന്നും സമരസമിതി കുറ്റപ്പെടുത്തി. രക്ഷാധികാരി CP റോയി, പ്രസിഡന്റ് രമേശ് രവി, ഡേവിഡ് അട്ടിപ്പേറ്റി, ബേബി ഐസക്, ആർട്ടിസ്റ്റ് ഷിജിൻ തോമസ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. മീഡിയ ടുഡേ ന്യൂസ്, തൊടുപുഴ. തൊടുപുഴയെ പൊന്നണിയിച്ച കണ്ടിരിക്കൽ ജ്വല്ലറി ഈ ഡയമണ്ട് ജൂബിലി ആഘോഷവേളയിൽ ഞങ്ങളുടെ നവീകരിച്ച ഷോറൂമിൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു 916 HUID ഹോൾമാർക്ക് ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ അതിവിപുലമായ കളക്ഷനുകൾ. ഒപ്പം നേടാം ഓരോ പർച്ചേസിലും പണിക്കൂലിയിൽ 50% ഇളവ്. ഇനി ആഘോഷം ഏതായാലും പരിശുദ്ധ പൊന്നിന് കണ്ടിരിക്കൽ ജ്വല്ലറി, നിയർ സിവിൽ സ്റ്റേഷൻ, തൊടുപുഴ.